ഭർത്താവ് ആരാണ്, ഭാര്യ ആരാണ്. ഭാര്യമാരിൽ നിന്ന് ഇങ്ങോട്ട് കുറെ ഹക്ക് കിട്ടേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ ഗൗരവം നമ്മൾക്ക് അങ്ങോട്ട് പറയാനുള്ള ഹക്ക്. അതിപ്പോ പൊതുസ്ഥലത്ത് പറയാൻ പറ്റൂല. അല്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഹക്കും കൂടി പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നാളെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ കഷ്ടം. അതുകൊണ്ട് പെണ്ണുങ്ങളില്ലാത്ത സദസ്സിലെ പ്രസംഗിക്കാൻ പറ്റും. തമാശ പറയാണ്, പെണ്ണുങ്ങളെ നിങ്ങൾ വിഷമിക്കരുത്. വലിയ ഹക്കാണ് നമുക്കും അല്ലാഹു തആല വെച്ചിരിക്കുന്നത്, അവരോട് അങ്ങോട്ടുള്ള ബാധ്യത. ഇത് പറയുമ്പോൾ വിചാരിക്കും ഇസ്ലാമിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വളരെയധികം വിഷമമാണ്, പീഡനമാണ്. ആണുങ്ങളുടെ കാര്യം ആണുങ്ങളുടെ പീഡനം, പുരുഷന്മാരെ പീഡനം സഹിക്കേണ്ട ഗതികേടാണ് പെണ്ണുങ്ങൾക്ക് എന്നൊന്നും ധരിക്കേണ്ട. ഈ പറഞ്ഞതിന്റെ 10,000 ഇരട്ടി ഗൗരവത്തിൽ പുരുഷന്മാരെ ഹക്ക് പറയാനുണ്ട്. സദസ്സല്ലാത്തോട് ഞാൻ കടക്കുന്നില്ല. ഒരവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിൽ അവിടുത്തെ പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നു. കണ്ണ് വല്ലാതെ ചുവപ്പ് നിറമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ചോദിച്ചു, മകളെ ഫാത്തിമ, നിന്റെ കണ്ണ് ഇത്രമാത്രം ചുവപ്പ് നിറമാകാൻ കാരണമെന്ത്? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയുന്നു, ഉപ്പ, ഞാനും എന്റെ ഭർത്താവായ അലിയും കൂടി ഇന്നലെ അല്പം കൂടുതൽ ഞങ്ങൾ അല്പം അമിതമായി സംസാരിച്ചു, സ്വറ പറഞ്ഞു ചിരിച്ചു, തമാശ പറഞ്ഞു ചിരിച്ചു. ഞാനും എന്റെ ഭർത്താവായ അലിയും കൂടി തമാശ പറഞ്ഞു ചിരിച്ചു. ഞാൻ അല്പം കൂടുതൽ ചിരിച്ചു. ചിരി കൂടുതലായതിന്റെ പേരിൽ കണ്ണു ചുവന്നതാണ് ഉപ്പ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആ സമയത്ത് പറയുന്നു, മകളെ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവും കൂടി തമാശ പറയുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു വാക്ക് തമാശക്കിടയിൽ നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്നത് നിന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിന്റെ ഭർത്താവിനെ കൊണ്ട് പൊരുത്തം വാങ്ങാതെ പൊരുത്തപ്പെടിപ്പിക്കാതെയാണ് നീ മരിച്ചതെങ്കിൽ ഫലം മുസല്ലി അലൈക്കി, ആ നിലക്ക് മരിച്ചതിന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നാൽ പാപ്പയാകുന്ന ഞാനാകുന്ന അഷ്റഫുൽ ഖൽഖ് നിനക്ക് മയ്യത്ത് നിസ്കരിക്കാതെ മയ്യത്തങ്ങ് മാറ്റിവെക്കും മകളെ. ഞാൻ നിസ്കരിക്കാത്ത മയ്യത്തിന് ഈ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളും ഇമാമായി നിൽക്കുകയില്ല. എന്റെ മയ്യത്ത് ഞാനോട് മാറ്റിവെക്കും. എന്റെ തമാശക്കടിയിൽ ഒരു വാക്ക് നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്നത് നിന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താ ഗൗരവം, എന്താണ് അതിന്റെ ഹക്ക്? വളരെ ഗൗരവമായ ഹക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരോടൊക്കെ എന്തെല്ലാം പറയാനും പ്രവർത്തിക്കാറുമുണ്ടാകും. പൊരുത്തപ്പെടിയിപ്പിക്കുക, മാപ്പ് കൊടുക്കുക. നമ്മൾ മാപ്പാട് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കുക. അല്ലാഹു അതിന് വലിയ പ്രതിഫലം തരും. ഇരിക്കട്ടെ, ഇത്ര കടമയൊന്നും ഹക്കൊക്കെ ഒരു പാട് പറയാനുണ്ട്. ഞാൻ സാമ്പിൾ പറഞ്ഞതാ, വിഷയം അതല്ലാത്തത് കൊണ്ട് ചുരുക്കത്തിൽ ഒരു 1-2 ഉദാഹരണം പറഞ്ഞതാ. ഈ ഭാര്യ ഇത്ര ഹക്കുള്ളവളല്ലേ ഭർത്താവിനോട്? ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കൽ ഫർളുണ്ടോ? ഭാര്യ ഭർത്താവിന് പ്രാർത്ഥിക്കൽ ഫർളാണോ? അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ ദോഷം പുറത്തു കൊടുക്കണമേ എന്ന് പറയൽ ഭാര്യ പറഞ്ഞാൽ വളരെ പുണ്യം കിട്ടും ഭാര്യയ്ക്ക്. പക്ഷെ അത് അല്ലാഹു അവൾക്ക് നിർബന്ധമാക്കി വെച്ചിട്ടില്ല, ഫർളാക്കി വെച്ചിട്ടില്ല. ഇനി ഈ ദുനിയാവിന്റെ മുകളിൽ ഇതുപോലെ ബാധ്യതയുള്ളൊരു കക്ഷിയെ പറയാനില്ല. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി. അല്ലാഹു ഇത് ഫർളാക്കി വെച്ചിട്ട് ഇതൊന്നും ലോകത്തൊരു മനുഷ്യനും തർക്കമില്ലാത്ത കാര്യമാണ് ഞാനീ പറയുന്നത്. ഒരു മനുഷ്യരും അതിൽ തർക്കമില്ല. ആർക്കോ അഭിപ്രായം ഉണ്ടോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി എന്ന് ദുആ ചെയ്യൽ ഫർളാണെന്ന് ദുനിയാവിലൊരു മനുഷ്യന് അഭിപ്രായമില്ല. ഭാര്യ ഭർത്താവിനെ ദുആർക്കൽ ഫർളാക്കി അല്ലാഹു വെച്ചിരിക്കുന്നു എന്ന് ദുനിയാവിൽ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഒരു മനുഷ്യനും ഒരു പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാ കേട്ടോ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ ഫർളുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. എന്നാലുണ്ട്. ആർക്ക്? നാം റസൂലുള്ളാഹിക്ക്. അഷ്റഫുൽ ഖൽഖായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം പ്രാർത്ഥിക്കൽ അല്ലാഹു നമുക്ക് ഫർളാക്കി വെച്ചിരിക്കുന്നു. അതാണ് ഈ ആയത്ത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. അല്ലാഹു അതിലൊരു കൽപ്പന കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനയുടെ സ്വഭാവം എന്താണ്?
അതും ഭൂമിക്ക് മുകളിൽ ഇന്ന് വരെ ഒരാളും എതിര് പറഞ്ഞിട്ടില്ല, തർക്കം പറഞ്ഞിട്ടില്ല. സുസമ്മതമായ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചകളിലും രണ്ടാം ഖുതുബയിൽ ഇമാം മിമ്പറിൽ വെച്ചുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. നമുക്കെല്ലാം അതറിയാം. ആ ഉത്ബോധിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. വഅലമൂ അന്നല്ലാഹ സുബ്ഹാനഹു വതആല أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيه بالمؤمنين من بريته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നതല്ലേ? സർവ്വ കുട്ടികൾക്കും ഇത് മനഃപ്പാടമല്ലേ? മറന്നു പോകരുത് എന്ന നിലക്ക് അതിന്റെ വലിയ ബാധ്യത കൊണ്ട്, അതിന്റെ ഗൗരവം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. ആ ആശയം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഖത്തീബ് ഓർമ്മപ്പെടുത്തുകയുമാണ് ഓരോ വെള്ളിയാഴ്ചയും. എന്താണ് അതിന്റെ അർത്ഥം? വഅലമൂ, ജനങ്ങളെ അറിയൂ, നിങ്ങൾ ബോധവാന്മാരാകൂ, പ്രത്യേകം ശരിക്ക് ഊട്ടപ്പെട്ട നിലക്ക് ഹൃദയത്തിൽ ഉറപ്പിച്ചു മനസ്സിലാക്കിക്കോ. അന്നല്ലാഹ സുബ്ഹാനഹു വ തആല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അമറക്കും ബിഅംരിൻ, വമ്പിച്ച ഒരു കാര്യം കൽപ്പിക്കുന്നു നിങ്ങളോട് വമ്പിച്ചൊരു കാര്യം കൽപ്പിക്കുന്നു. എന്താണ് ആ കൽപ്പിക്കുന്ന കാര്യത്തിന്റെ സ്വഭാവം? എങ്ങനെയാണ് അല്ലാഹു കൽപ്പിച്ചത്? ബദഅ ഫീഹി ബിനഫ്സിഹി, ആദ്യം അല്ലാഹു അവന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. അല്ലാഹു ആ കാര്യം കൽപ്പിക്കുമ്പോ അള്ളാന്റെ കാര്യം ആ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെയാ അള്ളാഹ് തുടങ്ങിയത് ആ കാര്യം. രണ്ടാമതായി അള്ളാഹ് പറഞ്ഞത് ബിമലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകളെയാണ്. അക്കാര്യം കൽപ്പിക്കാൻ പോകുന്ന അള്ളാഹു ആദ്യം അവന്റെ കാര്യം വിട്ടു പറഞ്ഞു, അവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി. രണ്ടാമത് മലക്കുകളെ കാര്യം പറഞ്ഞു. അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു. വമലായികതഹു, അള്ളാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ അയ്യുഹത്ത് വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നത്, മുഅ്മിനുകളെ സ്വല്ലു, നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ. ഇങ്ങനെ ഒരു കൽപ്പന ഖുർആനിലുണ്ടോ? അള്ളാഹു മലക്കുകളും നിസ്കരിക്കുന്നു, നിങ്ങളും നിസ്കരിക്കൂ. അള്ളാഹു മലക്കുകളും നോമ്പനുഷ്ഠിക്കുന്നു, നിങ്ങളും നോമ്പനുഷ്ഠിക്കൂ. അള്ളാഹു മലക്കുകളും ഹജ്ജ് ചെയ്യുന്നു, നിങ്ങളും ഹജ്ജ് ചെയ്യൂ. മലക്കുകൾ തവാഫ് ചെയ്യുന്നു, നിങ്ങളും തവാഫ് ചെയ്യൂ. മലക്കുകൾ തവാഫ് ചെയ്യുന്നില്ലേ? ഒരു നിമിഷം മുടങ്ങാത്ത തവാഫ് മലക്കുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കല്ലേ? നിങ്ങളും തവാഫ് ചെയ്യൂ. മലക്കുകൾ ഖുർആൻ ഓതുന്നു, നിങ്ങളും ഖുർആൻ ഓതുന്നു. ഇതൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല, സ്വലാത്ത് മാത്രം. അള്ളാഹുവും അവന്റെ മലക്കുകളും നബിതങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു. അതല്ലേ ആയത്തിന്റെ അർത്ഥം? ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, വമലായികതഹു, അള്ളാഹുവിന്റെ മലക്കുകളും. ഇനി ആ ആയത്തിന്റെ ഗ്രാമർ പറഞ്ഞാലുണ്ടല്ലോ, ഈ സദസ്സിൽ ദഹിക്കുന്ന ഒരു വിഷയമല്ലത്. ഇന്ന ഒരു തൗക്കീദാണ്. ഇനി അവിടെ ജുംലയുണ്ട്. ഒരുപാട് അറബി ഗ്രാമർ അനുസരിച്ച് പറഞ്ഞാൽ അത് തൗക്കീദിന്റെ കൊട്ടയാണ്. അള്ളാഹു അത്ര ഗൗരവമാക്കിയാണ് ആ വിഷയം പറഞ്ഞത്. ചുരുക്കം അത് ഞാനിപ്പോൾ ഈ സദസ്സിന് മുമ്പിൽ പറഞ്ഞാൽ ദഹിക്കുകയില്ലെന്ന് നിലക്ക് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ശരിക്ക് ആണയിട്ട് ഉറപ്പിക്കാനാണ് ആ പദം കൊണ്ടുവന്നത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യുസല്ലു വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ. ഈ ആയത്തിന്റെ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞു. ഒന്ന് നിങ്ങൾ നോക്കൂ, വിശദീകരണത്തിലേക്ക് പിന്നെ കടക്കാം. വ്യക്തമായി അല്ലാഹു തആല ഈ ഖുർആനിൽ പറഞ്ഞ ആയത്തിൽ നിന്ന് അള്ളാഹു ഒരു കൽപ്പന കൽപ്പിച്ചിരിക്കുകയാണ്. സ്വല്ലൂ, നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കൂ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വഖുർ റബ്ബിർഹംഹുമാ, ഖുൽ, പറയൂ, പ്രാർത്ഥിക്കൂ. അത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. അഖീമുസ് സ്വലാത്ത, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തൂ. വആതുസ് സകാത്ത, സകാത്ത് നിങ്ങൾ കൊടുക്കൂ. നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കൂ. അങ്ങനെ പല കൽപ്പനകളും അള്ളാഹുവിനുണ്ട്. കുലൂ, നിങ്ങൾ ഭക്ഷിക്കുവീൻ. വശ്റബൂ, നിങ്ങൾ കുടിക്കുവീൻ. അത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. അള്ളാഹു പലതും ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്.
ആ കൽപ്പനകൾ നിർബന്ധത്തിന്റെ കൽപ്പനയുണ്ട്, സുന്നത്തിന്റെ കൽപ്പനയുണ്ട്, അതുമല്ലാത്ത കൽപ്പനയും ഉണ്ട്. അപ്പോൾ ഖുർആനിൽ പലവിധ കൽപ്പനകൾ കാണാം. അഖീമുസ്സലാത്ത